ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ, പുറത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് കിച്ചണിലോട്ട് വന്നിട്ട് രാത്രി കിച്ചണൊന്നും ക്ലീൻ ആക്കാതെ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ ക്ലീൻ ആക്കിയേ പറ്റുള്ളൂ. അതുമല്ല നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ആ ഒരു സ്റ്റൗവിൻ്റെ പുറമൊക്കെ ഒന്ന് ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കുന്നതിൻ്റെ ഒരു തിരക്കാണ് കേട്ടോ. അതായത് ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഈ സ്റ്റൗ ക്ലീൻ ചെയ്യുന്ന എന്ത് ലിക്വിഡ് വെച്ചിട്ടാണെന്നുള്ളത്. പ്രത്യേകിച്ച് ലിക്വിഡിന് പേരൊന്നുമില്ല. പച്ചവെള്ളവും വിനാഗിരിയും പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡാണ്, ഡിഷ് വാഷർ, പ്രില്ലോ, വിമോ ഏതെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു 3 ഐറ്റംസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ കേട്ടോ ഒരു സ്പ്രേ ബോട്ടിൽ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റൗവൊക്കെ തുടയ്ക്കുന്ന ഒരു തുണി ഉണ്ടല്ലോ, ഒരു ടവൽ, നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നല്ല തിളച്ച വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണേ. എങ്കിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ തുടയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് നീറ്റായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർ തുടച്ചെടുക്കുന്നതിൻ്റെ പാടൊക്കെ അങ്ങനെ കാണും സ്റ്റൗവിൻ്റെയൊക്കെ പുറത്ത്. അപ്പം അത് നന്നായിട്ട് ആ ഒരു ടവൽ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. എങ്കിൽ നമുക്ക് ഒരുവിധം നന്നായിട്ട് സ്റ്റൗ ഇതുപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ അതൊക്കെ വെച്ച് ഞാൻ തുടച്ച ഒരു ടവലൊക്കെ ഇട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് ക്ലീനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ആ സ്റ്റൗവൊക്കെ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ചായക്കുള്ള പാൽ ഞാൻ ഒന്ന് തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിലോട്ടൊന്ന് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചായ പ്ലാൻ മാറ്റി പാലിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഹോർലിക്സ് ആണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പാലിൽ ഞാൻ കുറച്ച് ഹോർലിക്സ് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഞാൻ കപ്പിൽ അവരവർക്കുള്ള കപ്പിൽ ഞാൻ ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആ ചിക്കൻ ഞാൻ പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഒരു ചിക്കൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ ഫുള്ളായിട്ട് തന്നെ കറി വയ്ക്കുകയാണെങ്കിൽ ആ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഒന്നും കൂടെ നല്ലതായിരിക്കും. നമ്മളിങ്ങനെ കുറച്ച് മാറ്റി വയ്ക്കുമ്പോഴേ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഓരോ പാർട്സ് മാറുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റും കുറച്ച് വ്യത്യാസം വരും. നമ്മൾ ഒരു ചിക്കൻ വാങ്ങിച്ചാൽ അത് ഫുള്ളായിട്ട് അങ്ങ് കറി വയ്ക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതാ ഒരു കോഴി ഫുള്ളായിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 2-3 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡർ മിക്സഡ് പൗഡറാണ് കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് കുരുമുളകും പെരിഞ്ജീരകമൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ്. അതൊരു 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1-2 ടീസ്പൂണോളം വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം 1-2 ടീസ്പൂൺ വിനാഗിരി കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ ഒരു നീര് ചേർത്ത് കൊടുത്താലും മതി. ഇനി ആ ഒരു ചിക്കനിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കണേ. ഒരു മസാലയൊക്കെ ചിക്കനിലോട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ച് കിട്ടട്ടെ. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചൊരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ആ ചിക്കനിലേക്ക് ഒന്ന് മസാല പുരട്ടിട്ടൊന്ന് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു 4 സവാള എടുക്കുന്നുണ്ട്. ഒരു 10-12ഓളം ചെറിയ ഉള്ളി വേണം. പിന്നെ 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം. ഒരു പീസ് ഇഞ്ചി, 5-6 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനിടയ്ക്ക് തന്നെ ഞാൻ ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ആവാനായിട്ടൊന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അല്ലെങ്കിൽ 1/2 കപ്പ് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫ്രൈ ആക്കി തന്നെ എടുക്കാം. വേവിച്ചിട്ട് തന്നെ ഒരു ഹാഫ് കുക്കൊന്നല്ല, ഒരു ഫുള്ളി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഏകദേശം നായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതിൻ്റേതായ ഒരു സ്മെല്ലിൻ്റെ കുറവുണ്ടായിരുന്നു. കുക്കായിട്ടുണ്ട് കേട്ടോ ചിക്കൻ. ഇപ്പോൾ നമുക്ക് ഇനി അത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളമൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് എടുത്തുകൊണ്ട് അധികം വെള്ളം അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് മാറ്റി വെച്ചു. ഇനി ആ ഒരു സെയിം ഓയിലോട്ട് തന്നെ ഒരു 4 സവാളാണ്, മീഡിയം സൈസിലുള്ള 4 സവാളാണ് സ്ലൈസ് ആക്കി എടുത്തത്. അത് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടേ ഞാൻ അത് അടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ സവാള പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. സവാള അത് ഇവിടെ ഏകദേശം ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തെടുക്കാം. 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം. 5-6 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഒരു 10-12ഓളം ചെറിയ ഉള്ളി, പിന്നെ ഒരു പീസ് ഇഞ്ചി, ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പിന്നെയും പൊടികളൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു മസാല മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ലൊന്നും പുറത്തോട്ട് പോകാതെ അങ്ങനെ തന്നെ ഫ്ലേവർ ലോക്കായിട്ടൊന്ന് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഒന്ന് അരിഞ്ഞ് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരട്ടെ. ജസ്റ്റ് പെട്ടെന്ന് റെഡി ആവണമെങ്കിൽ നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചൊന്ന് ഉടച്ചെടുത്താലും മതിയാകും. തക്കാളിക്ക് ഇതൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തെടുക്കാം. ഞാനിതവിടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഒന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടേ നന്നായിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഒരു പച്ച ചുവ ഒന്ന് മാറി വരട്ടെ ഒരു പൊടിയിലേക്ക്. അതിനുശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു മസാലയും ചിക്കനും എല്ലാം കൂടെ ഒന്ന് പുരട്ടി ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ഡ്രൈ ഫോമിൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത് കുറച്ചൊന്ന് കറിക്ക് വേണ്ടിയിട്ടാണ് ഒരു അല്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം തിളച്ച വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് അത്രയും ചേർത്ത് കൊടുത്തത്. അപ്പോഴും നമുക്ക് ആ ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു മസാലയിലോട്ടൊന്ന് ഇറങ്ങി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അത്രയും വെള്ളം ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ചിക്കൻ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ആ ഒരു ഗ്രേവിയിലോട്ടൊന്ന് ഇറങ്ങുകയും ആ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് ചിക്കനിലോട്ട് പിടിക്കുകയും ചെയ്യുള്ളൂ. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നാൽ പാകത്തിനുള്ളൂ കേട്ടോ വെള്ളം. ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം, അത്രയും മതി. തിളപ്പിച്ചിട്ട് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം കേട്ടോ. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്താലും മതി. കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കപ്പം ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഞാൻ അതാ ഒരു അടപ്പുകൊണ്ട് അടച്ചിട്ടേ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ടേ. ഒരു 10-15 മിനിറ്റോളം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതാ കണ്ട എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് ഇതാണ് കേട്ടോ ഒരു പാകം എന്ന് പറയുന്നത്. നമ്മളൊരു കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് പാകമായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഈ കറക്റ്റ് പാകമാണേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. ഒരു 10-15ഓളം സ്പ്ലിറ്റഡ് ആയിട്ടുള്ള കാഷ്യൂനട്ടാണ്. മുഴുവനുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണം എടുത്താൽ മതിയാകും. അത് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് ആ ഒരു പേസ്റ്റ് കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ അതിൻ്റെ ഒരു ലുക്കും മാറും, കളറും മാറും, ടേസ്റ്റും ഒക്കെ മാറും ഈ ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാഷ്യൂ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. നമ്മൾ പൊറോട്ട, അപ്പം, ഇടിയപ്പം, പത്തിരി ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെയൊക്കെയാണ് കേട്ടോ കൂടുതൽ കോമ്പിനേഷൻ ഈ ഒരു കറി. നെയ്ച്ചോറിൻ്റെ കൂടെ ഓക്കെയാണ്, വലിയ കോമ്പിനേഷൻ കാണൂലെങ്കിലും അത്യാവശ്യം ഓക്കെയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കിടു കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കുന്ന സമയത്ത് ഒന്നും കൂടെ കറി തിക്കാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിക്സിയുടെ ജാർ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാമേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ വെച്ചാൽ അധികം എരിവ് കാണൂല കേട്ടോ, അധികം എരിവൊന്നും കാണൂല ഈ ഒരു കറിക്ക്. നല്ലൊരു പ്രത്യേക തരത്തിലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പൊറോട്ട കൂടെയുള്ള അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുഞ്ഞു പിള്ളേർക്ക് ചിലപ്പോൾ എന്തായാലും നമ്മൾ ഫ്രൈ ഒക്കെ കഴിക്കാൻ കറി കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അവസാനം ഞാൻ കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. അപ്പം എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ മറക്കാതെ തന്നെ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റയിലേക്കാണെങ്കിൽ സാധാരണ വീഡിയോ ഇടുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ കമൻസ് പറയാറുണ്ട്, ഞാൻ ഇത് ചെയ്ത് നോക്കി സൂപ്പറായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതുപോലെ ഇതിലൊന്ന് പറയട്ടോ, നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലോ വീഡിയോ ഇടാനുള്ളൊരു. അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡി ആയതിന് ശേഷം ഞാൻ അത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ടേ.
നല്ല ഫ്ലേവർ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ അവസാനം ഉണ്ടല്ലോ ഒരു സ്മെല്ല് കുറവാണോ എന്ന് നോക്കിയിട്ട് കുറച്ചും കൂടെ ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതാണല്ലേ ഒരു നോൺ വെജ് ഐറ്റംസിനൊക്കെ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന സാധനം അതാണല്ലോ ഒരു ഗരം മസാലപ്പൊടി. അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കുന്നതിന്. പിന്നെ ഇതാ ഞാൻ ഇടിയപ്പമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇടിയപ്പവും ആ ഒരു ചിക്കൻ റോസ്റ്റ് സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.